എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഗാർലിക് ബ്രെഡാണ് ഉണ്ടാക്കുന്നത്. നമ്മളെല്ലാവരും ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്താൽ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ വളരെ ഇഷ്ടമാകും. രണ്ട് ടൈപ്പിലാണ് ഞാനിന്ന് ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കുന്നത്. ഒന്ന് ചീസ് സ്റ്റഫ് ചെയ്തും ഒന്ന് നോർമലായിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ള വീഡിയോ കാണാം. നമുക്ക് ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഒരു 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. സോൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഒരു ടേബിൾ സ്പൂൺ ഗാർലിക് നല്ലവണ്ണം കൊത്തി അരിഞ്ഞത്, ഒരു പിടി മല്ലിയില, അര ടേബിൾ സ്പൂൺ ഒറിഗാനോ, ഇത് ഓപ്ഷണലാണ്, ഉള്ളവരിട്ടാൽ മതി, അര ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്. ഇതെല്ലാം കൂടി നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അൺസോൾട്ടഡ് ബട്ടർ എടുക്കുന്നവർ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ ആവശ്യാനുസരണം ചീസ് ഉൾപ്പെടുത്താവുന്നതാണ്. മോസറല്ല ചീസാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫ്ലേവേർഡ് ബട്ടർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് എടുത്തിട്ട് ഈ ബട്ടർ അതിലേക്ക് പുരട്ടി കൊടുക്കാം. വൺ സൈഡിൽ മാത്രം പുരട്ടിയാൽ മതി. ഇങ്ങനെ എല്ലാ ബ്രെഡിലും പുരട്ടി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ എല്ലാ ബ്രെഡിലും ബട്ടർ പുരട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ബട്ടർ പുരട്ടിയ വശം മുകളിലാകുന്ന വിധത്തിൽ ഓരോ ബ്രെഡും വെച്ച് കൊടുക്കണം. അങ്ങനെ നമുക്കത് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. ഫ്ലെയിം നമ്മൾ സിമ്മിലാക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഒരു 2 മിനിറ്റ് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് അടുപ്പ് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഗാർലിക് ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു രീതിയിൽ ഉണ്ടാക്കി നോക്കാം. ചീസ് സ്റ്റഫ്ഡ് ബ്രെഡാണ് നമ്മളിനി ഉണ്ടാക്കുന്നത്. ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ബട്ടർ പുരട്ടി വെച്ച ഒരു ബ്രെഡ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് ബട്ടർ പുരട്ടിയ മറ്റൊരു ബ്രെഡ് കൂടി വെച്ച് കൊടുക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് മൂടി വയ്ക്കാം. 1 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോഴും ഫ്ലെയിം സിമ്മിലാക്കാൻ മറക്കരുത്. ഇപ്പോൾ നമ്മുടെ ചീസ് സ്റ്റഫ്ഡ് ഗാർലിക് ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വലിക്കുമ്പോൾ ചീസ് അതിൻ്റെ ഇടയിൽ നല്ലവണ്ണം വലിഞ്ഞ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ 2 രീതിയിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.